എയ്സാപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് താപനില എങ്ങനെ നമുക്ക് പല ഡിഗ്രികളിൽ പറയാം. നമുക്ക് താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണെന്ന് നമുക്കറിയാം. പക്ഷേ താപനില നമ്മൾ ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും പറയുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലെയും ഡിഗ്രി ഫാരൻഹീറ്റിലെയും അളവുകൾ നമ്മൾ പഠിച്ചു വെക്കണം. കെൽവിനെ കൂടാതെ തന്നെ ഓരോ അവസരത്തിലും താപനില ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്ന് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് പഠിച്ചു വെക്കണം. ആദ്യം ജലം തിളയ്ക്കുന്നു, വെള്ളം തിളയ്ക്കുന്നു. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസിൽ വരുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം തിളയ്ക്കുന്നത് ഡിഗ്രി സെൽഷ്യസിൽ താപനില പറയുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ അറിയാം വെള്ളം തിളയ്ക്കുന്നത്. അപ്പം ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. എന്നാൽ ഡിഗ്രി ഫാരൻഹീറ്റ് പറയുമ്പം അത് 212 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഫാരൻഹീറ്റിലാണ് ജലത്തിൻ്റെ തിളനില പറയുന്നതെങ്കിൽ അത് 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇനി നമുക്കറിയാം താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. എന്താണ്? കെൽവിൻ. അപ്പോൾ കെൽവിനിൽ ജലത്തിൻ്റെ തിളനില പറയുമ്പോൾ 373 കെൽവിനാണ് വരിക. 373 കെൽവിൻ. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ എളുപ്പമാണ്. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ 273 കൂട്ടിക്കൊടുത്താൽ മതി. അതായത് ഡിഗ്രി സെൽഷ്യസിനോട് 273 ആഡ് ചെയ്താൽ നമുക്കതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമ്മൾ താപനിലയുടെ SI യൂണിറ്റായ കെൽവിനിലേക്ക് മാറ്റുമ്പം 100 പ്ലസ് 273 എത്ര കിട്ടും? 373 കെൽവിനിലാണ് പറയുക. അതുപോലെ തന്നെ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ, സാധാരണ ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മൾ റൗണ്ട് ചെയ്ത് എക്സാമിന് ചോദിക്കുക. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിൻ്റെ താപനിലയുടെ SI യൂണിറ്റായ കെൽവിനിലേക്ക് മാറ്റുമ്പം 37 പ്ലസ് 273 310 കെൽവിൻ കിട്ടും. ഇനി നമുക്ക് ബോഡി ടെമ്പറേച്ചർ ഫാരൻഹീറ്റിലാണ് പറയുന്നതെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിനിക്കൽ തെർമോമീറ്ററിലൊക്കെ നമ്മൾ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ബോഡി ടെമ്പറേച്ചർ നോക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്ററിൽ താപനില രേഖപ്പെടുത്തുന്നത് ഫാരൻഹീറ്റിലാണ്, ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അപ്പോൾ പനിയൊക്കെ നമ്മൾ രേഖപ്പെടുത്തുക ഫാരൻഹീറ്റിലാണ്. അപ്പം താപനില, ശരീര താപനില നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ പറയുക 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റിൽ താപനില പറയുമ്പം 98.6 ഡിഗ്രി ഫാരൻഹീറ്റും കെൽവിനിൽ പറയുമ്പോൾ 310 കെൽവിനുമാണ് വരിക. ഇനി ഐസ് ഉരുകുന്നത്, മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് ഉരുകുക 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് ഉരുകാൻ തുടങ്ങുന്നത്. ഐസ് ഉരുകാൻ തുടങ്ങുക 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ അതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പം 0 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 എത്ര വരും? 273 കെൽവിൻ തന്നെ വരും. അതായത് നേരിട്ട് ആഡ് ചെയ്യുമ്പം 273 കെൽവിൻ വരും. ഇനി ഐസ് ഉരുകുന്നത് ഫാരൻഹീറ്റിലാണ് ചോദിക്കുന്നതെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ്, 32 ഡിഗ്രി ഫാരൻഹീറ്റാണ് ഐസ് ഉരുകുന്ന താപനില നമ്മൾ ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയുമ്പം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കേവല പൂജ്യം. കേവല പൂജ്യം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സീറോ, അതായത് 0 കെൽവിൻ. പ്രപഞ്ചത്തിലെ ഏറ്റവും താഴ്ന്ന താപനിലയാണ് കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ. അപ്പോൾ 0 കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് പറയുമ്പോൾ -273.15 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ചോദിക്കുന്നതെങ്കിൽ -459.67 ഡിഗ്രി ഫാരൻഹീറ്റ്, -459.67 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പം ഈ ടെമ്പറേച്ചേഴ്സ് ഓർത്ത് വെക്കണം. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. പക്ഷേ താപനില ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും കെൽവിനിലും ചോദിക്കും. അപ്പം ഈ ടേബിള് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഏത് ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും ചോദിക്കും. SI യൂണിറ്റ് കെൽവിൻ ആണെങ്കിലും ഈ അതായത് ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും കെൽവിനിലും നമ്മൾ താപനില പറയാറുണ്ട്. എന്നാൽ താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളും താപനിലയുടെ SI യൂണിറ്റ് കെൽവിനുമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് കെൽവിനും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം 0 കെൽവിൻ പ്രപഞ്ചത്തിലെ ഏറ്റവും താഴ്ന്ന താപനിലയാണ് 0 കെൽവിൻ.
അപ്പോൾ 0 കെൽവിൻ എത്രയ്ക്ക് തുല്യമാണ്? -273.15 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ്. അപ്പോൾ 0 കെൽവിൻ എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കെൽവിൻ സ്കെയിൽ കൂട്ടുക. കെൽവിൻ സ്കെയിൽ 273 കെൽവിൻ എത്തുമ്പോൾ സെൽഷ്യസ് സ്കെയിൽ എവിടെ എത്തും? -273.15 പ്ലസ് 273. അതായത് ഇവിടെ നമ്മൾ കെൽവിൻ സ്കെയിലിൽ 273 കൂട്ടുമ്പോൾ സെൽഷ്യസ് സ്കെയിലിൽ എത്ര കൂട്ടണം? 273 കൂട്ടണം. അപ്പോൾ കെൽവിൻ സ്കെയിൽ 273 കെൽവിൻ എത്തുമ്പോൾ സെൽഷ്യസ് സ്കെയിൽ എത്ര എത്തും? -273 പ്ലസ് 273 കൂടി ആഡ് ചെയ്യുമ്പം 0.15 ഡിഗ്രി സെൽഷ്യസ് എത്തും. അപ്പോൾ 273 കെൽവിൻ സമം എത്ര കിട്ടും? 0.15 ഡിഗ്രി സെൽഷ്യസ്. 0.15 നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 273 കെൽവിൻ സമം എന്ത് കിട്ടും? 0 ഡിഗ്രി സെൽഷ്യസ്. 273 കെൽവിൻ സമം 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ തിരിച്ചെഴുതിയാൽ 0 ഡിഗ്രി സെൽഷ്യസ് സമം എത്ര വരും? 273 കെൽവിൻ വരും. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ എന്ത് ആഡ് ചെയ്താൽ മതി? 273 കൂട്ടിയാൽ മതി. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അതിനോട് എന്ത് കൂട്ടുക? 273 ആഡ് ചെയ്താൽ മതി. എങ്ങനെയാണ് അത് വരുന്നത്? കെൽവിൻ സ്കെയിലിൽ 0 വരുമ്പം സെൽഷ്യസ് സ്കെയിലിൽ വരിക -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിൻ സ്കെയിൽ 273 കെൽവിനിലെത്തുമ്പം സെൽഷ്യസ് സ്കെയിൽ എത്ര എത്തും? 0.15 ഡിഗ്രി സെൽഷ്യസ് എത്തും. അങ്ങനെ കെൽവിൻ സ്കെയിൽ 273 കെൽവിനും സെൽഷ്യസ് സ്കെയിൽ 0 ഡിഗ്രിയിലും എത്തും. ആ സമയത്ത് നമ്മൾ തിരിച്ചെഴുതുമ്പം 0 ഡിഗ്രി സെൽഷ്യസ് സമം 273 കെൽവിൻ എത്തും. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 273 ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ 9/5 × C + 32. ഇക്വേഷൻ ഏതാണ്? 9/5 × C + 32. 100 ഡിഗ്രി സെൽഷ്യസ്. അതിനെ നമുക്ക് ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക 9/5 × സീൻ്റെ സ്ഥാനത്ത് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുക്കേണ്ടത്. 100 കൊടുക്കുക പ്ലസ് 32. ബോർഡ് മാസ് പ്രകാരം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ? അഡിഷൻ ചെയ്യാവൂ. അപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്യാം. അപ്പം 1 വരും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 20 × 5 100. അപ്പം 20 × 9 20 × 9 ചെയ്യുമ്പോൾ 180 പ്ലസ് എന്ത് കിട്ടും? 32. 180 പ്ലസ് 32 എന്ത് കിട്ടും? നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ആക്കി. ഏതാണ് ഇക്വേഷൻ? 9/5 × C + 32. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും ചെയ്യാം. ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനുള്ള ഇക്വേഷൻ 5/9 × F - 32. 5/9 × F - 32. ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ്. 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 5/9 × എന്ത് ചെയ്യുക? ഫാരൻഹീറ്റിൻ്റെ സ്ഥാനത്ത് 32 കൊടുക്കുക. 32 - 32. കാരണം ഫാരൻഹീറ്റ് തന്ന എത്രയാണ്? 32 ആണ്. അപ്പോൾ 5/9 × ബ്രാക്കറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാവൂ. 32 ന്ന് 32 കുറച്ചാൽ 0. അപ്പോൾ കംപ്ലീറ്റ് എത്ര വരും? ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോവും അല്ലേ? അപ്പോൾ എത്ര വരും? 0 ഡിഗ്രി സെൽഷ്യസ്. 32 ഡിഗ്രി ഫാരൻഹീറ്റ് എത്രയ്ക്ക് തുല്യമാണ്? 0 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ്.